ഗുരുപൂർണിമ ദിനത്തിൽ പാദപൂജ നടത്തിയ തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. പ്രതിഷേധക്കാരെ റോഡിൽ പോലീസ് കയറുകെട്ടി തടഞ്ഞതോടെയാണ് ഉന്തും തള്ളും ഉണ്ടായത്. പ്രതിഷേധക്കാരെ നേരിടാനായി മറുവശത്ത് RSS പ്രവർത്തകരും സംഘടിച്ചിരുന്നു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ച സംഭവം പ്രാകൃതകാലത്തേക്ക് മടങ്ങാനുള്ള സംഘപരിവാർ നീക്കമാണെന്നാരോപിച്ചാണ് ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി വിദ്യാമന്ദിരത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് റോഡിൽ തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. പോലീസിന്റെ പ്രതിരോധം ഭേദിച്ച് മാർച്ച് വിദ്യാലയ പരിസരത്തേക്ക് നീങ്ങിയതോടെ വിദ്യാലയം സംരക്ഷണ സമിതിയും RSS പ്രവർത്തകരും പ്രതിഷേധക്കാരെ നേരിടാനായി സംഘടിച്ചു. പോലീസ് ഏറെ പാടുപെട്ടാണ് ഇരുവിഭാഗങ്ങളെയും നിയന്ത്രിച്ചത്. ഇരുവിഭാഗങ്ങളെയും 50 മീറ്റർ അകലത്തിൽ പോലീസ് അനുനയിപ്പിച്ചു നിർത്തി. മാനവ ജാഗ്രതാ സദസ്സ് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. RSSന്റെ സംഘപരിവാരം ഈ നാടിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെയും ജനാധിപത്യ മൂല്യത്തെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും കാവ്യവൽക്കരിക്കാൻ ഏതൊക്കെ നിലയിൽ അവരുടെ ദിവസങ്ങൾ അവസരപ്പെടുത്താമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ ബന്ദടുക്കയിൽ സരസ്വതി വിദ്യാലയത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാലയത്തിൽ തുടങ്ങി അങ്ങ് മാവേലിക്കര വിദ്യാമന്ദിർ വിദ്യാപീഠത്തിൽ ഉൾപ്പെടെ ഈ കാൽപാദ സേവ നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിനും കേരളീയ നവോത്ഥാന ചിത്രങ്ങൾക്കും കളങ്കപ്പെടുന്ന നിലയിലേക്ക് പുതിയ തീരുമാനങ്ങളും നയങ്ങളും RSS സംഘപരിവാരങ്ങൾ ഈ നാട്ടിനകത്ത് നടപ്പിലാക്കുന്നു. ചടങ്ങിൽ ഉമേഷ് പിലിക്കോട് അധ്യക്ഷനായി. K കനേഷ്, KV യദു, കാർത്തിക് രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. K ബജിത്ത്, TV ശോഭിത്, സിദ്ധുലാൽ, ആര്യായം ബാബു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CV ശരത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.